തികഞ്ഞ മനുഷ്യത്വരഹിതം, ഞങ്ങളുടെ ആത്മാഭിമാനത്തെ തകർക്കുന്ന രീതിയിൽ, അതിനുമപ്പുറത്തേക്ക് ഞങ്ങളെ കള്ളപ്പണക്കാരാക്കുന്ന രീതിയിൽ ക്രൂരമായ റെയ്ഡെന്ന് തന്നെ അതിനെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ റെയ്ഡ് നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ, സ്ത്രീകളുടെ മുറിയിലൊക്കെ റെയ്ഡ് നടത്തുക എന്ന് പറഞ്ഞാൽ ഇത്ര മോശമായ പ്രതിച്ഛായ സൃഷ്ടിക്കാൻ രാഷ്ട്രീയ വൈരാഗ്യം ഉണ്ടെന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാമോ? ഇത്രയും ക്രൂരത പാടുണ്ടോ? അതെല്ലാം പോയിട്ട് അതിന് ഞങ്ങൾ പരാതി കൊടുത്തു. തൊട്ടടുത്ത ദിവസം, ആദ്യത്തെ ദിവസമൊക്കെ ഞങ്ങൾ കാര്യം മാധ്യമത്തിന് മുമ്പിലും പോലീസുകാരുടെ മുന്നിലൊക്കെ പിടിച്ചു നിന്നെങ്കിലും ഞങ്ങളുടെ മനസ്സിലുണ്ടാക്കിയ, അതിൽ മനസ്സിനെ ഏൽപ്പിച്ച ആഘാതം എന്ന് പറയുന്നത് വർണ്ണനാതീതമാണ്. വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പറ്റില്ല. അടുത്ത ദിവസം തന്നെ ഞങ്ങൾ പരാതി കൊടുത്തു. സംസ്ഥാനത്ത് ഒരു പോലീസ് സംവിധാനം അല്ലെങ്കിൽ നിയമവാഴ്ച ഇല്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ മിനിഞ്ഞാന്ന് വരെ അതിനെ സംബന്ധിച്ചൊരു ഫോൺ കോളിൽ പോലും എന്താണെന്ന് സംസ്ഥാനത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥരും അന്വേഷിച്ചില്ല. സംസ്ഥാന DGPക്ക് കൊടുത്ത പരാതി, ഞാൻ മുമ്പ് DGPക്ക് എത്രയോ വർഷങ്ങളായി, നമ്മൾ വിദ്യാർത്ഥി രാഷ്ട്രീയം വിട്ട് നിൽക്കുന്നതാണ്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വലിയ പ്രശ്നങ്ങൾക്ക് സംസ്ഥാന DGPക്കും അല്ലെങ്കിൽ കൺസേൺഡ് പോലീസ് സ്റ്റേഷനോ കൺസേൺഡ് കമ്മീഷണർക്കോ അല്ലെങ്കിൽ സൂപ്രണ്ട് ഓഫ് പോലീസിനൊക്കെ പരാതി കൊടുക്കും. ഈ പരാതി പ്രത്യേകിച്ച് ഇമെയിൽ സംവിധാനമൊക്കെ വന്നതിന് ശേഷം പരാതി കൊടുത്താൽ നെക്സ്റ്റ് മൊമെൻ്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് അവറിൽ, അടുത്ത മണിക്കൂറിനുള്ളിൽ നമുക്ക് റിപ്ലൈ തരും. ഈ പരാതി ഇന്ന സെക്ഷനിലോട്ട് അയച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന ഓഫീസർക്ക് കൈമാറിയിട്ടുണ്ട്, വിവരങ്ങൾ ഇന്ന നമ്പറിൽ അറിയിക്കാൻ, ഇന്ന ഫയൽ നമ്പറിലൂടെ ബന്ധപ്പെടുക. ഈ നിമിഷം വരെ ഇമെയിൽ ഒരു മറുപടി തന്നില്ല. കഴിഞ്ഞ ദിവസം പോലീസ് റിപ്പോർട്ട് കൊടുത്തു, ആ റെയ്ഡിൽ ഒന്നും കണ്ടെത്താൻ പറ്റിയില്ലെന്നാണ്. ഇത് കണ്ടെത്താൻ പറ്റില്ല എന്ന് അന്ന് തന്നെ ഞങ്ങൾക്ക് എനിക്ക് എൻ്റെ മുറിയിൽ 12:03 റെയ്ഡ് നടത്തിയിട്ട് അതേ ദിവസം പുലർച്ചെ 2:40 എഴുതി തന്നു, റൂമിൽ നിന്നൊന്നും കിട്ടിയില്ല. അതേ നോർത്ത് പോലീസാ, നോർത്ത് CI. അത് ഞാൻ നോർത്ത് പോലീസ് എന്ന് പറയാൻ, സൗത്ത് ഒക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. നോർത്ത് പോലീസ് എന്ന് പറയാൻ കാര്യം, യൂണിഫോം ഇല്ലാത്ത ഒരാൾ വന്നാണ് ആദ്യം ഇടിച്ചു കയറി. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ ആരാണ്? ഞാൻ നോർത്ത് CI ആണ്. നോർത്ത് CI, താങ്കളുടെ ഐഡൻറ്റി കാർഡും ഇല്ല, യൂണിഫോമും ഒന്നുമില്ല, പെണ്ണുങ്ങളെ മുറിയിൽ ഇടിച്ചു കയറുക. ഇതെന്ത് പോലീസ് ഗുണ്ടകളാണോ എന്ന് തോന്നിപ്പോയി. എന്നിട്ട് ഒരു റിപ്ലൈ പോലും തന്നില്ല. കഴിഞ്ഞ ദിവസം ഈ പോലീസ് റിപ്പോർട്ട് കൊടുത്ത ദിവസം ഏഷ്യാനെറ്റ് ചാനലിൽ ഒരു ചർച്ചയുണ്ടായിരുന്നു. ആ ചർച്ചയിൽ വെച്ച് ഞാൻ അതിരൂക്ഷമായ ഭാഷയിൽ സംസ്ഥാനത്തെ DGPക്ക് എതിരായിട്ട് പറഞ്ഞു, താങ്കൾ എന്തിനാ യൂണിഫോം ഇട്ട് അവിടെ ഇരിക്കുന്നു? ഒരു FIR രജിസ്റ്റർ ചെയ്യേണ്ട മെറിറ്റുള്ള കേസ് എങ്കിലും ഒരു മൊഴിയെങ്കിലും എടുക്കണ്ടേ എന്ന് വെച്ചു. പിറ്റേ ദിവസം എനിക്ക് ഫോൺ വന്നു, മൊഴിയെടുക്കാൻ. മൊഴിയെടുത്ത് അവസാനിപ്പിക്കാനുള്ള ഒരു ശ്രമമായിട്ടാണ് പലരുടെയും ഒരു വ്യാഖ്യാനം വരുന്നത്. തീർച്ചയായും അത് തന്നെ. പിണറായി പോലീസിൽ നാട്ടിൽ സാധാരണക്കാർക്ക് ആർക്കും നീതി കിട്ടില്ല, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് നീതി കിട്ടില്ല. ഇതുവരെയുള്ള അനുഭവം നമ്മൾ വെറുതെ പറയുന്നതല്ല. ഏത് ഗവൺമെൻറ്, രാഷ്ട്രീയം ഏതും ആയിക്കോട്ടെ, സ്ത്രീകളുടെ മുറി റെയ്ഡ് നടത്തിയ തെറ്റായി പോകുന്ന ഷോക്കോസ് മെമ്മോ എങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥന് കൊടുത്തോ? ഈ റെയ്ഡിന് ആരും നിർദ്ദേശം നൽകി? സംസ്ഥാനത്തെ മന്ത്രി MP രാജേഷൻ നിർദ്ദേശം നൽകി. ഏത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ അതിന് നിർദ്ദേശം നൽകി? അന്ന് പറഞ്ഞല്ലോ, അവിടുത്തെ SP പറയുന്നത്, ശ്രീ ആനന്ദോ അങ്ങനെ എന്തോ അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം പറയുന്നു ഇത് ഞങ്ങൾക്ക് വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ റെയ്ഡാണ്. അവിടുത്തെ ASP, അവരുടെ പേര് ജിജി എന്തോ, വനിതാ ASP, അവർ പറയുന്നു ഞങ്ങളുടെ റുട്ടീൻ പരിശോധനയുടെ ഭാഗമാണെന്ന്. CI പറയുന്നു ഞങ്ങൾക്ക് വിവരം കിട്ടിയത്. തൊട്ട് പുറത്ത് നിന്ന് ഞങ്ങളുടെ റെയ്ഡ് കഴിഞ്ഞുകൊണ്ട് ബഹളം ഉണ്ടാക്കിയ CPM-കാരും DYFI-കാരും AR റഹീമും MP രാജേഷൻ അല്ലെങ്കിൽ നിതിൻ ഗഡ്കരിയൊക്കെ പറയുന്നത് ഞങ്ങൾ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് റെയ്ഡ് നടത്തുന്നത്. അപ്പോൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പ്രഥമ ദൃഷ്ടിയ ബോധ്യമുള്ളിടത്ത് സ്ത്രീകളെ അപമാനിച്ച്, ഞാൻ ഷാൻജിജി മാത്രമല്ലല്ലോ, എൻ്റെ റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ് മുറിയിൽ താമസിച്ചിരുന്നത് BJP-യുടെ 4 വനിതാ നേതാക്കന്മാരാ. അവരെ മുറിച്ച് സെർച്ച് ചെയ്തില്ല. എന്നെ ഷാനി ചേച്ചിയെ മാത്രം ഫോക്കസ് ചെയ്ത് ഈ റെയ്ഡ് എന്ന് പറയുന്നത് കൊടകര കുഴൽപ്പണ കേസും അതുപോലെ കരുവന്നൂർ സഹകരണ ബാങ്ക് കൊള്ളയും അടക്കമുള്ള കേസുകളിൽ മുഖം നഷ്ടപ്പെട്ട് CPM-ന്റെ BJP-യുടെ നേതാക്കന്മാർ നിൽക്കുമ്പോൾ അതിൽ നിന്ന് കോൺഗ്രസ്സുകാരെ കൂടി കള്ളപ്പണാക്കുക. അതിന് ഈ പാവപ്പെട്ട സ്ത്രീകളോട് എന്ത് പഴിച്ചു? ഞങ്ങളെ അപമാനിച്ച, റെയ്ഡിന് നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കണം. അതിന് ഉത്തരവിട്ട അല്ലെങ്കിൽ അതിന് നിർദ്ദേശം നൽകിയ രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെ കേസെടുക്കണം.